അതെ, ഈ വീഡിയോ കുറച്ച് മുമ്പുള്ളതാണ്. പുതിയ വീഡിയോ ഇപ്പോൾ എടുത്ത് വരും. ഞാൻ എന്തായാലും ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിച്ച്. സോ ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. ഗൈസ്, തുടക്കത്തിൽ തന്നെ ഒരു പ്ലെയറുമായിട്ട് ഞാൻ നൈസായിട്ട് ഫ്രണ്ടായി. ഞങ്ങളെല്ലാവരും ഒരു ബേസൊക്കെ സെറ്റാക്കി. എനിക്കപ്പോഴേ അറിയാവുന്ന ഈ ബേസ് വലിയ സേഫ് അല്ല എന്ന്. കാരണം വെച്ചാൽ അത്ര ഒരു ഓപ്പൺ ഏരിയയിൽ കാണുന്ന രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളെന്തായാലും നല്ല അടിപൊളിയായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഗൈസ്. ബട്ട് പിന്നെ ഞാൻ ആ സർവറിലോട്ട് കയറിയപ്പം വേറൊരുത്തനെ നമ്മുടെ ബേസുകളൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ തല്ലാൻ നോക്കി, പക്ഷേ എൻ്റെ കയ്യിൽ അത്ര വലിയ ആർമറും ടൂൾസും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്നെ അടിച്ച് തെറിപ്പിച്ചു. പിന്നെ എനിക്ക് ആ ഒരു ബേസിൻ്റെ കോർഡിനേറ്റ്സ് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടത്തോടെ കഴിഞ്ഞെന്ന്. ബട്ട് ഗൈസ്, ഞാൻ എന്തായാലും ആ ലവന്മാരെ പ്രതികാരം വീട്ടാണ്ട് ഈ സർവറിന് ഇറങ്ങി പോകത്തില്ല എന്നൊരു തീരുമാനം എടുത്ത്. അതായത് എനിവേ ഞാനൊരു സ്പോളിലാണ്, എൻ്റെ കയ്യിൽ ഒരു ഒറ്റ ടൂൾസ് ഒന്നുമില്ല. ഞാൻ പിന്നെ റിട്ടേൺ ആയിട്ട് എല്ലാ കാര്യം സെറ്റ് ചെയ്യണം. സോ അങ്ങനെ സെറ്റ് ചെയ്തു. അതേ പ്ലേസ് തന്നെ പിന്നെ എന്നെ വന്ന് അടിച്ച് കൊന്നു ഗൈസ്. കലിപ്പ് പിന്നെയും കൂടി. സോ ഞാൻ അങ്ങനെ ആരും അറിയാണ്ട് നല്ല ദൂരെ തന്നെ, നല്ല ലോങ്ങിൽ തന്നെ പോയിട്ട് ഞാൻ ഒരു അടിപൊളി ബേസ് ആണല്ലോ സെറ്റാക്കി. യെസ് ഗൈസ്, പ്രതികാരം വീട്ടാനുള്ളതാണ് ഗൈസ്. ഗൈസ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗൈസ് ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ഒന്നുമില്ലാണ്ട് ചാവുന്നത്. സോ ഗൈസ്, നമ്മളെന്നാലും ഈ ഒരു ഇപ്രാവശ്യം ഗൈസ് നമ്മൾ ഒരിക്കലും ചാവത്തില്ല. നമ്മൾ എന്തായാലും ആ ലവന്മാരെ പ്രതികാരം കൂട്ടും. ആൻഡ് എൻ്റർടൈനെ നമ്മളായിരിക്കും ആദ്യം ഇത് അതായത് നമ്മുടെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി ഞാൻ ഈ ഒരു ബേസ് എവിടെയാണ് എല്ലാം ഞാൻ പറഞ്ഞത്. കോർഡിനേറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഞാൻ എന്തായാലും ആ ഒരു കോർഡിനേറ്റ്സിൻ്റെ ഭാഗം എന്തായാലും ഞാൻ മറച്ച് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ എന്തായാലും എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ എന്തായാലും ഇവിടെ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ മെയിനായിട്ടുള്ള കാര്യം കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഒരു ബെഡ് സെറ്റ്, റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യേണ്ടത്. എനിക്ക് സ്പോണിൽ പോയിട്ട് ഇങ്ങോട്ട് ഓടി വരാൻ വയ്യ ഗൈസ്. ഓക്കെ, സോ അതിന് ശേഷം ഞാൻ എന്തായാലും കോർഡിനേറ്റ്സ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫർണസ് ഉണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇതിനകത്ത് തന്നെ ഗോൾഡ് ഉരുക്കാൻ വെക്കാം. സോ അതിനുശേഷം ഈ ഒരു ചെസ്റ്റിനകത്ത് ഒരു തേങ്ങയും മാങ്ങയും കാണത്തില്ല. ബട്ട് ഗൈസ്, അത് ഈ ഒരു ബേസാണ് കണ്ടെത്തുകയാണെങ്കിൽ റോബറി ചെയ്യാണ്ട് കാണാണ്. സോ അതിനുശേഷം ഞാനൊരു സീക്രട്ട് ഏരിയക്കകത്ത് ഞാൻ എന്തായാലും എൻ്റെ ഐറ്റംസ് എന്തായാലും വെച്ചിട്ടുണ്ട്. സോ കുറച്ച് 4 ഡയമണ്ട്സ്, കുറച്ച് അയൺസൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ അയൺ കൊണ്ട് ഞാൻ എന്തായാലും ഫുൾ ആർമറാണല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ചെസ്റ്റിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അതായത് നമ്മുടെ സ്റ്റോൺ ഒരിക്കൽ കിട്ടുന്ന ഈ ഒരു സ്റ്റോണാണ്. ഓക്കെ, സോ അതിന് ശേഷം ഞാൻ എന്തായാലും എൻ്റെ മെയിൻ ഏരിയ കാണിച്ചു തരാം. സോ നമ്മുടെ ഈ ഒരു താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഒരു കൃഷി പോലെ ഒരു ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോയിനെ ഞാൻ കഷ്ടപ്പെട്ട് കൈസ് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ മീനുക്കുട്ടൻ. ഓക്കെ, സുധീൻ്റെ കോപ്പി അടിച്ചല്ല, ആരും ഒന്നും ഇതാക്കാന്നൊക്കെ കരുതി. ഓക്കെ, സോ ഗൈസ്, നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു ഇതൊന്ന് അടിച്ച് വെച്ചേക്കാം. ഇവന് തുറന്ന ഗൈസ് പുറത്താണ്. സോ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ ഒരു ബാരലാണല്ലോ വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് എന്തായാലും ഞാൻ വീറ്റ്, സീഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വെക്കുന്നത്. അത് പോട്ടെ. നമുക്കെന്തായാലും ഫുഡില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ സെറ്റ് ചെയ്ത്, പിന്നെ ഞാൻ മുകളിൽ പോയിട്ട് കുറേ കോയിനെ തല്ലിക്കൊന്നിട്ട് കുറച്ച് ഫുഡാണൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒപ്പിച്ചിട്ടുണ്ട്. സോ ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. താഴോട്ട് പോയിട്ട് കാണാൻ എന്താ വെച്ചാൽ ഈ ഒരു വേൾഡ് കാണാനൊക്കെ ലോഡ് ആകത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് എടുത്ത് ഈ ഒരു വേൾഡ് നല്ല റീജൻ്റ് ആവും. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വേൾഡ് ഫുള്ളായിട്ട് ലോഡാകത്തില്ല. ഞാൻ പിന്നെ ബാക്ക് അടിച്ചെടുക്കണം. മെനക്കെട്ട പണിയാണ്. സോ എന്തായാലും താഴെ ഒന്ന് പോയി നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലോഡായിട്ടുണ്ടാവും. സോ നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എന്താണ്ട് ഇവിടെ വേൾഡ് ലോഡാവുന്നില്ല. സോ ഞാൻ ബാക്ക് അടിച്ചെടുക്കേണ്ടി വരും. ഞാൻ എന്തായാലും ഇപ്പം ഞാൻ എടുക്കുന്നില്ല. ഞാൻ കുറേ നേരം ഈ സർവറിൻ്റെ അകത്ത് കയറി ഗ്രൈൻഡ് ചെയ്യുവാണ്. സോ നമുക്ക് എന്തായാലും മുകളിലോട്ട് തന്നെ പോവാം ഗൈസ്. എന്തായാലും ഞാൻ കുറച്ച് ലാഭങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് നെതറാണൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റാക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഡയമണ്ട് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എന്തായാലും ഫുൾ ആർമർ ആകും. അത് വേറെ കാര്യം. സോ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ നമുക്ക് നെതറിലോട്ട് പോയിട്ട് ഫോർട്രസ് കണ്ടെത്തിയിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്തായാലും താഴോട്ട് ആണല്ലോ കഴിഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല. സോ എന്തായാലും മുകളിൽ പോയിട്ട് കുറച്ച് ചിക്കൻസ് ആണല്ലോ കൊണ്ട് അവിടെ കൊണ്ട് വെക്കണം. അല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല. സോ ഇനി എന്താ ചെയ്യുക എനിക്കെന്തായാലും മൈനിങ്ങേ പറ്റുക വഴിയുള്ളൂ, വേറെ ഒരു തേങ്ങയില്ല. എന്തായാലും ഒരു ഫാം കൂടി സെറ്റ് ചെയ്യണം. വുഡ് ഫാം എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം. എന്തായാലും ഇത് മതി. ഓക്കെ,
എനിക്കറിയാം ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറ്റേ ചെറുതായിരിക്കുമെന്ന്. എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. അടുത്ത വീഡിയോ എന്തായാലും ഗൈസ് നമ്മൾ ഫോട്ടോസൊക്കെ സെറ്റാക്കുമ്പോൾ നിങ്ങൾ പേടിക്കണം ഗൈസ്. നമ്മളെന്തായാലും അടുത്ത വീഡിയോ എല്ലാം സെറ്റാക്കാം. ഓക്കെ സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു എമിക്സിൻ്റെ വീഡിയോ ആളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് എല്ലാം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഓക്കെ സോ ഇതിന് നല്ല കിണങ്ങച്ചി അമ്മമാരെ പ്രതികാരമൊക്കെ വീട്ടുന്ന വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഗൈസ്. ബൈ ഗൈസ്, ബൈ.